പാച്ച, കസബ്, കായ, പണയം, തട്ട, കരാതി, ആളി, പരിവ്, കുണ്ടമ്പേലു, മാട. 1 മുതൽ 10 വരെ എണ്ണണ സ്റ്റൈലാണത്. എൻ്റെ ദൈവമേ, ഇതൊക്കെ ആർക്കും അറിയണമല്ല. 35 കൊല്ലം മുമ്പ് കണ്ടാനേ. നിങ്ങളുടെ ഒച്ചയും സൗണ്ടും കേട്ടപ്പോൾ എവിടെ കണ്ട പോലെ. അപ്പോൾ അടുത്ത പേരിലേക്ക് വരുന്നില്ല. അതാണ് പ്രശ്നം. കന്ന് കച്ചവടമായിരുന്നു മെയിൻലി. കന്ന് കച്ചവടം, കറവ്. അപ്പോൾ ഇവിടെ വാണിയംകുളത്തൊക്കെ പോവും. വാണിയംകുളത്തെ ചന്ത അല്ലേ? പെരുമ്പിലായി വരെ പോയിട്ടുണ്ട്. പെരുമ്പിലായി. അപ്പോൾ ഇതിൽ ഈ കന്ന് കച്ചവടത്തിൻ്റെ കച്ചവടം ഈ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കില്ല, അങ്ങനെ എന്തൊക്കെ ഉണ്ടോ? അതെന്താണ്? പഴയ ചടങ്ങാണ്. അതെങ്ങനെയാണ്? അതെന്താണ് ആൾക്കാർ അപ്പുറത്ത് കൂട്ടിക്കൊണ്ട് പോവുക, എവിടെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവുക. എന്നിട്ട് ഉടമസ്ഥനെയും പറയുകയായിരുന്നു. എന്നിട്ട് കൈ വായോണ്ട് പറയില്ല, വാങ്ങാൻ വന്നാലും അവിടെ നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് കൈ പിടിക്കും. കൈ പിടിച്ചിട്ട് തോർത്ത് മുന്നിട്ടിട്ട് വിരലിൽ പിടിക്കുകയാണ്. വിരലിൽ പിടിക്കുക ചെയ്യണം. 2, 3, 4 എന്നുള്ളതല്ലേ? ഈ വിരലിൽ പിടിക്കുമ്പോഴാണ് കച്ചവടക്കാരനും അറിയും, തരകുകാരനും അറിയും. ഡയറക്റ്റ് വില പറയില്ല. വില പറയില്ല. വില പറഞ്ഞ കൂടെയുള്ളവർ കാണിക്കുകയല്ലോ. അപ്പോഴാണ് വിരല് പിടിത്തം. പിന്നെ ഭാഷയായി. പണ്ട് പൈസ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെ വിരലിൽ കൂടെ മാത്രമേ പറയുള്ളൂ. മുണ്ടിന്റെ ഉള്ളിലാണ് പണി. ഇതിന്റെ ഉള്ളിലാണ് പണി. രണ്ടാളുടെ കയ്യോ ഇതിന്റെ ഉള്ളിലാണ്. ശരി, അങ്ങനെയാണ് പരിപാടി. വാണിയംകുളത്ത് മാത്രമേ ഉള്ളത്. ഇവിടെ പറലിക്കുണ്ടോ? കോൾമന്തുണ്ടല്ലോ, കോൾമന്ദം ചന്ത. നിങ്ങൾ വാണിയംകുളത്തൊന്നും പോകണ്ടാവില്ല അല്ലേ? വാണിയംകുളം പോകും, പെരുമ്പിലായി വരെ പോയിട്ടുണ്ട്. ശരി. ഇപ്പം നിങ്ങൾ 2000 നാണെങ്കിൽ എങ്ങനെ കാണിക്കുക സാധനത്തിന്? കൈ കാണിക്കും. കൈ അതിൻ്റെ അടിയിൽ കൂടെ ഇടി. ഞാൻ പറയാം, നിങ്ങൾ എത്രയാന്നുള്ളത് ഞാൻ പറയാം. ഒരു കന്നിന് എന്താ വില പറയും? നിങ്ങൾ പറയണം. കാണിക്കും നിങ്ങൾ. എനിക്ക് കിട്ടിയില്ല. എങ്ങനെ പിടിച്ചത് ഒക്കെ ആണെങ്കിൽ എങ്ങനെ പിടിച്ചത്? 2 എങ്ങനെ കാണിച്ചത്? 2. അത് ശരി. ഞാൻ നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെയാണ്. അതാണ് നിങ്ങളുടെ വില. ഞാനല്ല പറയാം, നിങ്ങൾ പറയാ വില. അത് ശരി. അങ്ങനെ 2. അപ്പൊ 3 ആണെങ്കിൽ ഇപ്പൊ 3 ഉറുപ്പിയാണെങ്കിൽ എങ്ങനെ പറയാം? കൈ വരുമ്പോ 3 വിരല് പിടിക്കും. 3 വിരല് എന്താ പറയുന്നറിയോ? മാച്ച റുപ്യ പറയും. മാച്ച റുപ്യ പറഞ്ഞ 1 കൂടും, 1 ഉറുപ്പിന്ന് കൂടും. മാച്ച പറഞ്ഞ യസബ് പറഞ്ഞ 2. അങ്ങനെ ഓർന്ന് കൂടിയിട്ട് മാടയിലെത്തും. മാട പറഞ്ഞ എന്താണ്? 10. അത് 10,000 ആകും, 10 ആകും. എന്തായാലും നിങ്ങളെ കണ്ടു തന്ന ഈ കണക്കുണ്ടല്ലോ, ഈ കണക്ക് എല്ലാ സ്ഥലത്തും കിട്ടില്ല. നിങ്ങളുടെ പേര് പറഞ്ഞില്ല? സുബ്രഹ്മണ്യൻ. വാച്ച എങ്ങനെയാന്ന് പറയാം? 1 മുതൽ 10 വരെ എണ്ണി. 1, 2, 3. അല്ല, വാച്ചായി എന്ന് പറഞ്ഞിട്ടല്ലോ, അതെങ്ങനെ? വാച്ച പറഞ്ഞ് മാട പറഞ്ഞ 10 അതെങ്ങനെ പറയും? 1-ന് എന്താ പറയാ? 1-ന് വാച്ച, 2-ന് കസബ്, 3-ന് കായ, 4-ന് പണയം, 5-ന് തട്ട, 6-ന് കരാതി, 7-ന് ആളി, 8-ന് പരിവ്, 9-ന് കുണ്ടമ്പേലു, 10-ന് മാട. ഇങ്ങനെ ഒരു ഭാഷ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് അറിയണേ. കണക്കാണത്. ഒന്ന് ചെല്ലി ആദ്യം പോലെ 1 പോലെ ആ ഭാഷ പറയും. ഒന്നുകൂടി പറയുന്നത് അത് ആർക്കും അറിയില്ല ഈ ഭാഷയൊന്നും. 1 നിങ്ങളുടെ ഭാഷയിൽ പറയും. 1 പോലെ കായ, പണയം, തട്ട, കരാതി, ആളി, പരിവ്, കുണ്ടമ്പേലു, മാട. 1 മുതൽ 10 വരെ എണ്ണണ സ്റ്റൈലാണത്. എൻ്റെ ദൈവമേ, ഇതൊക്കെ ആർക്കും അറിയണമല്ല. ഞങ്ങൾക്കറിയും. അതെ, പഴയ ആൾക്കാരുടെ
1 മുതൽ 10 വരെ എണ്ണിയതാണ്. പാണിയംകുളത്തൊക്കെ നെല്ലിക്കുറിച്ചിക്കാരാ വരിക. ആ നെല്ലിക്കുറിച്ചി കച്ചവടക്കാർ, അത് ശരി. ചെട്ടിയന്മാർ, അത് ശരി, അവരാണ് വരിക. കണ്ണാടികളാണ് അവർ. എന്തായാലും ഒരു ഭയങ്കര അനുഭവമായി. കണക്കിനെ എങ്ങനെ ആക്കാൻ പറ്റുന്നുള്ളത് ആദ്യമായിട്ടാണ് അറിയണത്. അപ്പം എന്തായാലും പൊടിച്ചായ നന്നായി. പൊടിച്ചായ കുടിച്ചു, അതെ കാര്യങ്ങൾ പൊടിച്ചു. അതെ, ഇത് വലിയ കാര്യമാണ്, ഇത് ചെറുതൊന്നുമല്ല. അങ്ങനെ ഇത് 100 വരെ ഉണ്ടോ? ഇങ്ങനെ 100 വരെ എണ്ണാൻ പറ്റുമത്? ഇപ്പൊ നിങ്ങൾ 10 വരെ അല്ലേ എണ്ണയുള്ളൂ? 10 വരെ എണ്ണി ഈ 10 പെരുപ്പിക്കണം. ഓ, പെരുപ്പിക്കുകയാണ് അങ്ങനെ. ഇത് 2 കൂട്ടിയിട്ട്. ആ അപ്പൊ 15 എന്ന് പറയുകയാണെങ്കിൽ 15 പറഞ്ഞ മാടപ്പോട്ട്, മാടപ്പോക്ക്, മാടത്തട്ട, മാടത്തട്ട പറഞ്ഞ 15ആയി. അമ്മമ്മ, ഇങ്ങനൊരു ഭാഷ ഉണ്ട്. ഇത് ഈ ഇവിടെ പറളി കിണാവല്ലൂർ ഭാഗത്ത് മാത്രമേ ഉള്ളൂ? എല്ലാ സ്ഥലത്തും ഉണ്ടോ? എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് ഓരോരോ ദേശത്തിന് അനുസരിച്ച് മാറും. ചന്തകളിലേ ഉണ്ടാവുള്ളൂ. ചന്തകളിൽ നാട്ടിൽ കൂടെ നടന്നു പറയില്ലല്ലോ. ചന്തയിൽ പോയാ കച്ചവടക്കാർ തമ്മിൽ പറയും. ഓ, വാങ്ങണവനും അറിയില്ല, വിൽക്കണവനും അറിയില്ല, കൊണ്ടുവന്നവനും അറിയില്ല, അതൊരു ഭയങ്കര സംഭവം. വാങ്ങാൻ വന്നവനും അറിയില്ല അല്ലേ? സാധനം കാണിക്കും. ശരി, ബൈ. ഓക്കെ. ശരി.